ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ വേയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു ചെറിയ വ്ലോഗാണ്. ഞങ്ങൾ രാവിലെ തീരുമാനിച്ച കേട്ടോ പുറത്തുനിന്ന് പോകാമെന്ന്. പെട്ടെന്നായിരുന്നു തീരുമാനമൊക്കെ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫുഡൊക്കെ ആയിട്ടാണ് പുറത്തോട്ട് പോകാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നന്നായിട്ട് പെയ്തു. ഞങ്ങൾ പേടിച്ചു ഇനി അവിടെ എത്തുമ്പോഴത്തേക്കും നല്ല മഴയാവുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ മഴയത്തുള്ള യാത്ര നല്ല രസമാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു സുഖമാണ് മഴയത്ത് യാത്ര ചെയ്യാനായിട്ട്. നല്ല സ്ഥലമാണ് കേട്ടോ ഇവിടെ, നല്ല രസമുണ്ട്. വൈച്ചു നോക്കുക. ഞങ്ങൾ പോകുന്ന ഹുസൈൻ സാർ എന്ന് പറഞ്ഞൊരു പ്ലേസിലോട്ടാണ്. അപ്പോൾ വൈച്ചു അവിടെ പാർക്കൊക്കെ ഉണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ പാർക്കൊക്കെ ഇപ്പോൾ അവധിയാണ്. ഇവിടെ 29-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ അതിൻ്റെ ഒരു സങ്കടമുണ്ട് വൈച്ചുവിന്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. പക്ഷെ നല്ല സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഒരു സൈലൻ്റ് ഏരിയ, നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും കൂടി ഗൗരിയും വൈച്ചു നല്ല ഹാപ്പിയായി, കളിയൊക്കെ ആയി കേട്ടോ. ഇല്ല, എന്താ എങ്ങനെ മാസ്ക് വെച്ചോ, ഇനിയിപ്പോൾ ആളുണ്ട്. വീടല്ലേ. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുന്ന കണ്ടപ്പോഴത്തേക്കും വൈച്ചുവിന് ഒത്തിരി സന്തോഷമായി. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഭാഗ്യത്തിനങ്ങ് മഴയൊക്കെ അങ്ങ് മാറി. നല്ല കാലാവസ്ഥയായിട്ടോ. അധികം ചൂടുമില്ല, എന്നാൽ ഒട്ടും തണുപ്പും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അത് തന്നെ നല്ലൊരു കാര്യമായിരുന്നു. പിന്നെ ഗൗരി എപ്പോഴും സൺറൈസും കൊണ്ടേ നടക്കത്തുള്ളൂ കേട്ടോ. എവിടെ പോയാലും ഇത് കൈ കാണും. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഞാൻ പറഞ്ഞില്ലേ ഫുഡെല്ലാം തയ്യാറായി കൊണ്ടാണ് വന്നതെന്ന്. ഫ്രൈഡ് റൈസും പിന്നെ രാവിലത്തെ അപ്പം ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കി. ഇത്രയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് പുറത്തിങ്ങനെ ഓപ്പൺ എയറിൽ നിന്ന് കഴിക്കുന്നതൊക്കെ കുട്ടിക്ക് ഒത്തിരി ഇഷ്ടമായി. സാധാരണ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടായിരിക്കും സാധാരണ വരുന്നത്. ഇങ്ങനെ ഞങ്ങളങ്ങനെ കൂടുതലായിട്ടും ചെയ്യാറില്ല. പിന്നെ ഇവിടെ കൂടുതലായിട്ടും ഞങ്ങൾ കണ്ടത് വന്നതിന് ശേഷം തന്നെ 3-5 പേര് കേക്ക് മുറിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് എല്ലാം കൂടി അവർ കേക്ക് മുറിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കും കേക്ക് കൊണ്ട് തന്നെ കേട്ടോ. എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. ആഹാരം എല്ലാം കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം അവിടെ മൊത്തം ഒന്ന് കറങ്ങിയതിന് ശേഷം ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് അവിടെ നിന്ന് കുറച്ച് മാറി ഒരു പ്രാവിൻ്റെ ഏരിയ ഉണ്ട്. അവിടെ വന്നതാണ് ഞങ്ങൾ. ഇവിടെ നല്ല രസം കേട്ടോ. ഒത്തിരി പ്രാവുകളുണ്ട്. ഒത്തിരി പേര് ഇതുങ്ങൾക്ക് ആഹാരം കൊടുക്കാനായിട്ട് കൊണ്ടുവരും കേട്ടോ. നമ്മളിപ്പോൾ ആഹാരം കൊണ്ട് ചെന്നില്ലേലും അവിടെ വിൽക്കാനുണ്ട്. ഒത്തിരി ഉണ്ട്, കടകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇങ്ങനെ പ്രാവിൻ്റെ ആഹാരം വിൽക്കാനായിട്ട് കടലപ്പരിപ്പും പിന്നെ അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി മാത്രം. പക്ഷെ വൈച്ചുവിന് അവിടെ നമ്മൾ നേരത്തെ പോയ സ്ഥലത്തേക്കാളും ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. വീട്ടിൽ വരണമെന്നേ ഇല്ലായിരുന്നു. ഇവിടെ നിന്ന് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ട് കളിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. 7 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ സൺഡേയിലെ ഒരു ദിവസം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം.